അയർലൻഡിലെ ഒരു കൊച്ചു ഗ്രാമമായ നോക്കിൽ 1879 ഓഗസ്റ്റ് 21 പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടത്. അന്ന് വൈകുന്നേരം പള്ളിമേടയിലെ ജോലികൾ തീർത്ത് മടങ്ങി വരികയായിരുന്ന മേരി മക്ലോഗൻ ദേവാലയത്തിന്റെ മുൻചുവരിൽ ചില രൂപങ്ങൾ കാണുവാനിടയായി. വികാരിയച്ചൻ വരുത്തിച്ച പുതിയ രൂപങ്ങളായിരിക്കും അത് എന്നാണ് മേരി ആദ്യം കരുതിയത്. അവൾ പോയി കൂട്ടുകാരിയായ മേരി ബേണിനോടൊപ്പം തിരിച്ചു വന്നു. അവർ ദേവാലയത്തിന് മുന്നിലെത്തിയപ്പോൾ അവിടെയാകെ പ്രകാശപൂരിതമായിരിക്കുന്നതായി ഇരുവർക്കും അനുഭവപ്പെട്ടു. ആ സമയം അവർ കണ്ടത് പരിശുദ്ധ അമ്മയെയും അമ്മയുടെ വലതുവശത്ത് നിൽക്കുന്ന വിശുദ്ധ ഔസേപിതാവിനെയും ഇടതുവശത്ത് നിൽക്കുന്ന വിശുദ്ധ യോഹന്നാനെയുമാണ്. ഇവർക്ക് പുറകിലായി ഒരു ചെറിയ ബലിപീഠത്തിൽ കുഞ്ഞാടും കുരിശും ഉണ്ടായിരുന്നു. ബലിപീഠത്തിന് ചുറ്റും മാലാഖമാരും ഉണ്ടായിരുന്നു. പരിശുദ്ധ അമ്മ വെളുത്ത വസ്ത്രങ്ങളാണ് ധരിച്ചിരുന്നത്. അമ്മയുടെ ശിരസിൽ നെറ്റി മുഴുവനും മറച്ചുകൊണ്ടുള്ള ഒരു കിരീടവും അതിലൊരു റോസാപ്പൂവും ഉണ്ടായിരുന്നു. 2 മണിക്കൂറോളം ഈ ദൃശ്യം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. 1971 സഭ ഈ പ്രത്യക്ഷീകരണത്തെ അംഗീകരിച്ചു. ആദ്യ പ്രത്യക്ഷീകരണത്തിന് 100 വർഷങ്ങൾക്കു ശേഷം 1979 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഈ ദേവാലയം സന്ദർശിക്കുകയും ബസിലിക്കയായി ഉയർത്തുകയും ചെയ്തു.